ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി കുക്കിംഗ് വീഡിയോ ഉണ്ട്. അപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിപുലമായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു സ്നാക്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ അധികം ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് കുട്ടികൾക്കുള്ളൊരു സ്നാക്സാണ്. അവർക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം നമ്മൾ ഏത്തപ്പഴം ഒന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല. അവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കഴിക്കും. എൻ്റെ മോന് നല്ല മടിയായിരുന്നു ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയില്ല, പഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഏത്തപ്പഴം എന്ന് പറയുന്നത് അധികം പഴുക്കാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിൽ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ പഴം മുറിച്ചതെന്നായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് നല്ല ചൂടായ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടാകുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ പഴുക്കാത്ത പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നല്ല പഴുത്തതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ വാണ്ട് കിട്ടും. പക്ഷേ ഇത് വാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ഇതൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം പഴുത്ത പഴം അല്ലെങ്കിലും ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പഴുക്കാത്ത പഴം എടുത്താൽ അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഞാൻ ഇളക്കി കൊടുത്തിട്ട് രണ്ട് ഭാഗങ്ങളൊന്ന് ആ ഒരു നെയ്യിൽ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പേര്, ഈ ഒരു സ്നാക്സിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പഴം വാട്ടി എന്നാണ് പഴം നെയ്യിൽ വാട്ടിയിട്ട് കഴിക്കുക, അങ്ങനെയാണ് പറയാം കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് വന്ന ടൈമിൽ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പം എൻ്റെ മോന് അധികം മധുരം ഇട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചില കുട്ടികൾക്ക് നല്ല മധുരമുള്ളതായിരിക്കും ഇഷ്ടം, അതിനനുസരിച്ചിട്ട് ആ ഒരു അളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 2 നേന്ത്രപ്പഴമായിരുന്നു, വളരെ ചെറിയ 2 നേന്ത്രപ്പഴം കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വരുന്ന ടൈമിൽ തേങ്ങ ഞാൻ ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, പഴം അത്യാവശ്യം നല്ല രീതിയിൽ പഴുക്കാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് ഉടഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു തേങ്ങയിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ഞെരടി എടുത്തിട്ട് ആ ഒരു വെള്ളം ആ ഒരു തേങ്ങയും കൂടെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ആ ഒരു പാനിലേക്ക് എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അത് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഈ ഒരു തേങ്ങ ചേർക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരു തുണ്ട് മുളക് പൊടി, ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി, അത് വളരെ ഒരു സ്പൂണോ അങ്ങനെയൊന്നുമല്ല, ഒരു ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് ഏലക്കായ് പൊടിയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു നേന്ത്രപ്പഴത്തിൽ ഇങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അതിന് എന്താണ് ടേസ്റ്റ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ഒന്നും ടേസ്റ്റ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ കിട്ടില്ല കേട്ടോ. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു തുണ്ട് മാത്രമേ ഇടുന്നുള്ളൂ. അതൊന്ന് മഞ്ഞൾപ്പൊടി ഇടുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് ഒരിക്കലും എരിവ് കിട്ടാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ആ ഒരു മധുരം ഉണ്ടല്ലോ, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു തുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും വളരെ കുറച്ച്, ഞാൻ ഇട്ടത് എത്രയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു തുണ്ട് മതി. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു എണ്ണമയം കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി കൂടെ നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു പഴം പഴുക്കാത്തത് കൊണ്ടാണ് കുറച്ച് ഡ്രൈ ആയിട്ടേ നമുക്ക് കിട്ടൂ, കാരണം പഴം അധികം പഴുക്കാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നല്ല രീതിയിൽ മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ ഒരു ഇതിൽ നല്ല രീതിയിൽ വെന്ത് വരണം കേട്ടോ. ആ ഒരു നെയ്യിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം ഈ ഒരു രീതിയിലാണ് നമുക്ക് കുക്ക് ചെയ്താൽ കിട്ടുക. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂടൊക്കെ പോയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ഇതെന്തായാലും ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ മധുരമുള്ള കുട്ടികൾക്കാണെങ്കിലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, അല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും നമുക്കിത് അധികം മധുരം എന്നുള്ളൊരു സംഭവമല്ലല്ലോ. കാരണം നമ്മൾ അതിൽ കുറച്ച് എരിവൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു മധുരത്തിനെ ഇങ്ങനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ടല്ലോ. എൻ്റെ മോൻ അധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ചെയ്യുന്നത്. മുളക് പൊടി ഒത്തിരി ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. അപ്പം ഇതെന്തായാലും എൻ്റെ മോൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കൊടുക്കുന്ന ടൈമിൽ അവൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനെല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും അവർക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ അത്രയല്ലേ പറ്റാ.